അതെ, ഈ കുഞ്ഞുങ്ങൾക്കേ മുട്ടായിപ്പൊതിയും പലഹാരപ്പൊതിയൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമില്ലേ, അതാണ് എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ കിട്ടുന്നത് കേട്ടോ. ഈ ഒരു സന്തോഷം എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് സന്തോഷമാണ് കേട്ടോ. പിന്നെ നാട്ടിൽ നിന്നും കടൽ കടന്നെത്തിയതാണ് കേട്ടോ എൻ്റെ ഈ 10 ബുക്കുകൾ. ഞാൻ ഇഷ്ടപ്പെട്ട 10 ബുക്കുകൾ. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിലെ ആദ്യത്തെ ബുക്കുണ്ടല്ലോ, തൃതീയം വധു, അത് ജ്വാലാമുഖിയുടെയാണ്. ഈ ഒരു ബുക്ക് എനിക്ക് സജസ്റ്റ് ചെയ്തത്, ഈ ബുക്ക് ഞാൻ വാങ്ങിച്ചൊരു പേജുണ്ടല്ലോ കിതാബി, അവരാണ്. അടുത്തത് റൂത്തിൻ്റെ ലോകം, ലാജോ ജോസിൻ്റെയാണ്. ലാജോ ജോസ് നമ്മുടെ ഒരു കോട്ടയംകാരനാണ് കേട്ടോ. അടുത്തത് റെസ്റ്റ് ഇൻ പീസും, അതും അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. കന്യാമരിയും ലാജോ ജോസിൻ്റെ തന്നെയാണ്. പിന്നെ അടുത്തത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, ഇത് ഞാനൊന്ന് വായിച്ചിട്ടുള്ളതാണ്. പിന്നെ എനിക്ക് സ്വന്തമായിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ വാങ്ങിച്ചു, ഒന്നും കൂടെ വായിക്കണം തോന്നി. അടുത്തത് സൈറ, അത് അനുരാഗ് ഗോപിനാഥിൻ്റെയാണ്. പിന്നെ ഹൈഡ്രേഞ്ചിയ, ഇതും ലാജോ ജോസിൻ്റെ തന്നെയാണ് കേട്ടോ. പിന്നെ അടുത്തത് അനുരാഗ മൗന ചാരുതി, ഇത് അനുരാഗ ലോല ഗാത്രയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അത് ജൂലിയ തോമസിൻ്റെയാണ്. ഇത് മണവാട്ടി, മേരി സേറയുടെയാണ്. അടുത്തത് പോയട്രി കില്ലർ, ശ്രീ പാർവതിയുടെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ബുക്സാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് അവരെനിക്ക് ഗിഫ്റ്റായിട്ട് അയച്ചെന്ന ബുക്ക് മാർക്സാണ് കേട്ടോ. ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ട ബുക്കുകൾ മാത്രമാണ് കേട്ടോ ഉള്ളത്. പിന്നെ എല്ലാ വർഷവും നാട്ടിൽ പോകുമ്പോഴാണ് കൂടുതലായിട്ട് ഞാൻ ബുക്സുകളൊക്കെ വാങ്ങാറുള്ളത്. പക്ഷേ ഈ വർഷം നാട്ടിൽ പോകാത്തതുകൊണ്ട് വേറൊരു ഫ്രണ്ട് വഴിയാണ് ഇതിവിടെ എത്തിച്ചത്. പിന്നെ ഈ വാങ്ങിക്കുന്ന ബുക്കുകളെല്ലാം ഞാൻ വാരി വലിച്ച് വാങ്ങിക്കുന്നതല്ല കേട്ടോ. ഒരുപാട് റിവ്യൂസൊക്കെ നോക്കിയിട്ട് ഏറ്റവും നല്ല ബുക്കുകൾ ഏതാണോ അത് മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്ത് വയ്ക്കാറുള്ളത്. അതിൽ നിന്ന് വായിച്ചിട്ടുള്ളതിൻ്റെ ചിലതിൻ്റെ സെക്കൻഡ് പാർട്ടുകളും ഉണ്ട് കേട്ടോ. പിന്നെയില്ലേ, ഞാൻ ബുക്സ് വാങ്ങിയ പേജിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. കിതാബി, ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേജുകളിൽ ഞാൻ ബുക്സിൻ്റെ വിലയും വിവരങ്ങളും ഒക്കെ നോക്കിയതാണ്. അതിൽ ഏറ്റവും കൂടുതൽ റേറ്റ് കുറച്ച് തന്നത് ഈ കിതാബി എന്ന പേജാണ്. നല്ല പാക്കിങ്ങും ആയിരുന്നു. അതുപോലെ തന്നെ അതിലെ ശ്രുതിയുടെ ഇടപെടലും മെസ്സേജ് അയക്കലും കറക്റ്റായിട്ടുള്ള അപ്ഡേഷൻസും എല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇനി നോക്കുവാണെങ്കിൽ ഈ കിതാബിയിൽ നിന്ന് തന്നെ ബുക്സ് വാങ്ങുവാൻ നോക്കണം കേട്ടോ. ഇനിയാണ് എനിക്ക് ഇതിലെല്ലാം സന്തോഷം തരുന്നൊരു കാര്യം, എൻ്റെ ഈ പുതിയ ബുക്കുകളെല്ലാം എടുത്ത് എൻ്റെ ബുക്ക് ഷെൽഫിൽ ഭംഗിയായിട്ട് ഒതുക്കി അടുക്കി വെക്കണം. എൻ്റെ ആ ഒരു ബുക്ക് ഷെൽഫ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ ആ ഒരിടം, അതെപ്പോഴും നീറ്റായിട്ടും പെർഫെക്റ്റായിട്ട് ഇരിക്കണം എന്ന് എനിക്ക് നിർബന്ധം. അങ്ങനെ വൃത്തിയായി സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അപ്പം ഞാനിതൊക്കെ ഒന്ന് പെട്ടെന്ന് വായിച്ച് തീർത്തിട്ട് വരാം കേട്ടോ. ബായ്.